നിലമ്പൂർ പാട്ടടിയന്തരം ഡോക്യുമെന്ററിയുടെ പ്രകാശനം ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർവഹിച്ചു. ഫാദർ അനിൽ ഫിലിപ്പ്, സംവിധായകൻ സനു സത്യൻ, ടി.പി. വിവേക്, അഡ്വക്കേറ്റ് സുകന്യ ദേവൻ, അനീഷ് സ്വാതി, സാജൻ, സനു സ്വരലയ, സൗരഭ് സത്യൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നിലമ്പൂർ പാട്ടിനെ ആസ്പദമാക്കി ആപ്ത ഭാരതി ഫൗണ്ടേഷൻ നിർമ്മിച്ച ഡോക്യുമെന്ററിയുടെ പ്രകാശനവും യൂട്യൂബ് റിലീസും ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർവഹിച്ചു. നിലമ്പൂർ പാട്ടടിയന്തരം ചിരന്തന സംസ്കൃതി എന്ന ഡോക്യുമെന്ററിയുടെ പ്രകാശനം കൊച്ചിയിൽ നടന്നു. ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ഡോക്യുമെന്ററിയുടെ പ്രകാശനം നിർവഹിച്ചത്. സനു സത്യനാണ് രചനയും സംവിധാനവും. വിശ്വപ്രസിദ്ധമായ നിലമ്പൂർ പാട്ടിനെ ആസ്പദമാക്കി ആപ്തഭാരതി ഫൗണ്ടേഷൻ നിർമ്മിച്ച നിലമ്പൂർ പാട്ടടിയന്തരം ചിരന്തന സംസ്കൃതി എന്ന ഡോക്യുമെന്ററിയുടെ പ്രകാശനവും യൂട്യൂബ് റിലീസും കേരള ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കൊച്ചി ചാവറ കൾച്ചറൽ സെന്ററിൽ സെന്റർ ഡയറക്ടർ ഫാദർ അനിൽ ഫിലിപ്പിന്റെയും അഡ്വക്കേറ്റ് സുകന്യ ദേവന്റെയും സാന്നിധ്യത്തിൽ നിർവഹിച്ചു. ശ്രേഷ്ഠമായ ഉത്സവത്തിൻ്റെ ഭാഗമായ പാട്ടുത്സവത്തിൻ്റെ ഡോക്യുമെൻ്ററി വളരെ ഭംഗിയായി പാട്ടടിയന്തരമെന്നാണ് അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ സിനിമയുടെ പ്രകാശന കർമ്മം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുവാനായി കേരള ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഞാൻ നിലമ്പൂർ പോകുന്നത് പാട്ടിന് പോകുന്ന 1-2 പ്രാവശ്യം മാത്രമായിരുന്നു. അപ്പോൾ ഉള്ള സമയത്ത് കാണുന്ന ആ പാട്ടുത്സവത്തിൻ്റെ കമ്പോണൻസ് അല്ലാതെ ഞാൻ അധികം മുഴുവനായിട്ട് കണ്ടിട്ടില്ല. സോ അതുകൊണ്ടാണ് സാനു എന്നെ വിളിച്ച സമയത്ത് ഇമ്മീഡിയറ്റ്ലി ഞാൻ യെസ് പറഞ്ഞത്. നമ്മൾ ഈ ഉത്സവങ്ങളെ പറ്റി സംസാരിക്കുന്ന സമയം ഇപ്പോൾ ഒരു ഉത്സവത്തിൻ്റെ സമയമാണ് എല്ലാ അമ്പലങ്ങളിലും. അത് ശരിക്കും ഇറ്റ്സ് എ കോൺഫ്ലുവൻസ് ഓഫ് കൾച്ചർ. നമ്മുടെ ഒരു മനസ്സിന് ഏറ്റവും ആഹ്ലാദം തരുന്ന കുറേ കാര്യങ്ങളാണ് ഈ ഉത്സവം എന്ന് പറയുന്നത്. ഈ സ്പിരിച്വലിസം എന്ന് പറയുന്നത് എനിത്തിങ് ദാറ്റ് ഈസ് ഗുഡ് ഈസ് സ്പിരിച്വൽ. അമ്പലം എന്ന് പറയുന്നത് എല്ലാ നന്മകളും കൂടുന്ന സ്ഥലമാണ് അമ്പലം. അത് പള്ളിയായാലും മോസ്കായാലും എനിത്തിങ്. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ ഉത്സവം നടത്തുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദാറ്റ് ഗിവ്സ് യു എൻ എൻഹാൻസ്മെൻറ്റ്. നിലമ്പൂർ പാട്ടോത്സവം ഒട്ടും വ്യത്യാസമില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ കണ്ടത് നിലമ്പൂരിൻ്റെ ഒരു ഉത്സവമായി മാറിക്കഴിഞ്ഞു. ഇതൊരു ഹിന്ദു ഉത്സവം എന്നോ അല്ലെങ്കിൽ ഇന്ന കമ്മ്യൂണിറ്റിയുടെ ഉത്സവം എന്നോ അല്ല. ഇപ്പോൾ നമ്മൾ ആ നിലമ്പൂർ കയറുമ്പോൾ തന്നെ യു വിൽ ഫൈൻഡ് ഒരു ഭയങ്കരമായ ആഘോഷം കാണാൻ സാധിക്കും. അത് ഹിന്ദുസ് മാത്രമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരക്കും ആ ഒരു ഫീലും അവിടുത്തെ എന്താ പറയുക അന്നദാനവും എല്ലാം കൂടെ ഒരു വല്ലാത്ത ഫീലാണ്. ഐ എം ഷുവർ യു വിൽ സീ ദാറ്റ് ഇൻ ദ ഡോക്യുമെൻ്ററി. സാനു, യു ഹവ് ഡൺ എ വണ്ടർഫുൾ ജോബ്. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വലുതാണ്. ഒരു ഫുൾ കോർട്ട് ഡേ കഴിഞ്ഞ് 1 മണിക്കൂർ എനിക്കിങ്ങനെ ക്യാപ്റ്റിവേറ്റഡ് ആയിട്ട് ഇരിക്കണമെങ്കിൽ അത് എളുപ്പമല്ല. ബിക്കോസ് ഞാൻ 9-10 മണി തൊട്ട് തുടങ്ങിയതാണ്. സോ ഐ ഹാവ് ഹാഡ് ദ ഹോൾ ഡേ ഫുള്ളി ക്യാപ്റ്റിവേറ്റഡ് ആയിരുന്നു. ഞാൻ അറിയാത്ത കണ്ടമാനം കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് പാട്ടുത്സവത്തിനെ പറ്റി വളരെ കുറവേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഐ തിങ്ക് പറഞ്ഞതെല്ലാം ഓർമ്മയൊന്നുമില്ല. ബട്ട് ഐ ഹോപ്പ് കുറേയൊക്കെ റിക്ലക്ട് ചെയ്യാൻ പറ്റും. ഇറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ വിഷ്വൽ ട്രീറ്റ്. മ്യൂസിക് വളരെ ക്യാപ്റ്റിവേറ്റിംഗ് ആയിരുന്നു. ആ പീസസിനെ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സിമെൻ്റ് എന്ന് പറയുന്ന ആ മ്യൂസിക് തന്നെയാണ് ബ്യൂട്ടിഫുള്ളി ഡൺ. സനു സത്യൻ രചനയും സംവിധാനവും നിർവഹിച്ച ഈ ഡോക്യുമെന്ററിയുടെ നിർമ്മാണ നിർവഹണം ടി.പി. വിവേകും രമേശ് കൃഷ്ണനുമാണ്. ചിത്രസംയോജനം അനീഷ് സ്വാതിയും ഛായാഗ്രഹണം സാജൻ ചന്ദ്രബാലൻ, ജിതേഷ് ദാമോദർ എന്നിവരുമാണ് നിർവഹിച്ചത്. സനു സ്വരലയ പശ്ചാത്തല സംഗീതം നൽകി. ഏകദേശം 1 വർഷമെടുത്ത് പൂർത്തീകരിച്ച ഈ ഡോക്യുമെന്ററി നിലമ്പൂർ പാട്ടടിയന്തരത്തെക്കുറിച്ചുള്ള ഒരു സമഗ്ര ചിത്രമാണ് കാഴ്ചവെക്കുന്നത്. നിലമ്പൂർ കോവിലകത്തെ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തി, പാട്ടടിയന്തരത്തിൻ്റെ സവിശേഷതകൾ, ആചാര അനുഷ്ഠാനങ്ങളായ 12,000 നാളികേരമേറ്, സർവാണി സദ്യ, പാലും വെള്ളരി, മലബാറിൻ്റെ മഹോത്സവമായി മാറിയ പാട്ടുത്സവം തുടങ്ങിയവ 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഡോക്യു ചിത്രത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നു. നിലമ്പൂർ കോവിലകം അംഗങ്ങളായ ഉമാദേവി തമ്പാട്ടി, ഗായകനും ചലച്ചിത്ര താരവുമായ കൃഷ്ണചന്ദ്രൻ, രാജേന്ദ്ര വർമ്മ, CKR വർമ്മ, പ്രേംകുമാർ ചന്ദ്രരാജ, ചലച്ചിത്രകാരനും നിലമ്പൂർ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ചെയർമാനുമായ ആര്യാടൻ ഷൗക്കത്ത്, നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ മട്ടുമൽ സലിം, പ്രശസ്ത മാന്ത്രികനും തിരുവനന്തപുരം ഡിഫറൻറ്റ് ആർട്ട് സെൻറ്റർ സ്ഥാപകനുമായ ഗോപിനാഥ് മുതുകാട്, പ്രമുഖ വ്യവസായി ഷൈജു ഡേവിഡ്, KVVS നിലമ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് വിനോദ് P. മേനോൻ, പ്രശസ്ത മാന്ത്രികൻ RK മലയത്ത്, നിലമ്പൂർ SHO സുനിൽ പുളിക്കൽ, ആദിവാസി ഗോത്രത്തലവനായ പീതാംബരൻ, സംഗീതജ്ഞരും നിലമ്പൂർ സ്വദേശികളുമായ ടി.പി. വിവേക്, ശങ്കർ ഡൂൺ, വിനീത രാധാകൃഷ്ണൻ തുടങ്ങിയവരും ഡോക്യുമെന്ററിയിൽ തങ്ങളുടെ നിലമ്പൂർ പാട്ടോർമ്മകൾ പങ്കുവയ്ക്കുന്നു. നിലമ്പൂർ പാട്ടടിയന്തരം
ചിരന്തന സ്മൃതി ഡോക്യുമെന്ററിയുടെ പ്രകാശനത്തോടനുബന്ധിച്ച് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പിന്നണി പ്രവർത്തകർക്കുള്ള ഉപഹാരങ്ങളും സമ്മാനിച്ചു. ഡോക്യുമെന്ററിയുടെ സമർപ്പണം നിലമ്പൂർ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രസന്നിധിയിൽ നിലമ്പൂർ കോവിലകത്തെ 2ാം സ്ഥാനിയായ ഉമാദേവി തമ്പാട്ടിയും ക്ഷേത്ര തന്ത്രി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും മേൽശാന്തി സുബ്രഹ്മണ്യൻ നമ്പൂതിരിയും നിർവഹിച്ചു. എറണാകുളത്ത് ചാവറ കൾച്ചറൽ സെന്ററിലും നിലമ്പൂർ യുണൈറ്റഡ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിലുമായി വിപുലമായ സദസ്സിന് മുന്നിൽ ഡോക്യുമെന്ററിയുടെ പ്രദർശനവും നടന്നു. മികച്ച അഭിപ്രായവും ജനപ്രീതിയും നേടിയ ഈ ഡോക്യുമെന്ററി ആപ്തഭാരതിയുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചു. വിശ്വപ്രസിദ്ധമായ നിലമ്പൂർ പാട്ടിനെ ആസ്പദമാക്കി ആപ്തഭാരതി ഫൗണ്ടേഷൻ നിർമ്മിച്ച നിലമ്പൂർ പാട്ടടിയന്തരം ചിരന്തന സംസ്കൃതി ഡോക്യുമെന്ററിയുടെ പ്രകാശനം ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർവഹിച്ചു. ചാവറ കൾച്ചറൽ സെന്ററിൽ ഫാദർ അനിൽ ഫിലിപ്പിന്റെയും അഡ്വക്കേറ്റ് സുകന്യ ദേവന്റെയും സാന്നിധ്യത്തിൽ യൂട്യൂബ് റിലീസും കേരള ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർവഹിച്ചു. സനു സത്യൻ രചനയും സംവിധാനവും നിർവഹിച്ച ഈ ഡോക്യുമെന്ററിയുടെ നിർമ്മാണ നിർവഹണം TP വിവേകും രമേശ് കൃഷ്ണനുമാണ്. ചിത്രസംയോജനം അനീഷ് സ്വാതിയും ഛായാഗ്രഹണം സാജൻ ചന്ദ്രബാലൻ, ജിതേഷ് ദാമോദർ എന്നിവരുമാണ് നിർവഹിച്ചത്. സനു സ്വരലയ പശ്ചാത്തല സംഗീതം നൽകി. ഏകദേശം 1 വർഷമെടുത്ത് പൂർത്തീകരിച്ച ഈ ഡോക്യുമെന്ററി നിലമ്പൂർ പാട്ടടിയന്തരത്തെക്കുറിച്ചുള്ള ഒരു സമഗ്ര ചിത്രമാണ് കാഴ്ചവെക്കുന്നത്. നിലമ്പൂർ കോവിലകത്തെ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തി, പാട്ടടിയന്തരത്തിന്റെ സവിശേഷതകൾ, ആചാരാനുഷ്ഠാനങ്ങളായ 12,000 നാളികേരമേറ്, സർവാണി സദ്യ, പാലും വെള്ളരി, മലബാറിന്റെ മഹോത്സവമായി മാറിയ പാട്ടുത്സവം തുടങ്ങിയ 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഡോക്യുമെന്ററിയിൽ വിശദമായി പ്രതിപാദിക്കുന്നു. ചാവറ കൾച്ചറൽ സെന്ററിൽ വിപുലമായ സദസ്സിന് മുന്നിൽ ഡോക്യുമെന്ററിയുടെ പ്രദർശനം നടന്നു. ഡോക്യുമെന്ററി ആപ്തഭാരതിയുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ചരിത്രപ്രസിദ്ധമായ നിലമ്പൂർ കോവിലകം വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിലെ പാട്ടടിയന്തരത്തിന്റെ ഉൽപ്പത്തിയിലേക്കും ഐതിഹ്യത്തിലേക്കും മിഴി തുറക്കുന്ന നിലമ്പൂർ പാട്ടടിയന്തരം ചിരന്തന സ്മൃതി എന്ന ഡോക്യുമെന്ററിയുടെ സമർപ്പണം നടന്നു. നിലമ്പൂർ സ്വദേശിയായ TP വിവേകും രമേശ് കൃഷ്ണനുമാണ് ആപ്തഭാരതി ഫൗണ്ടേഷനു വേണ്ടി ഡോക്യുമെന്ററി നിർമ്മിച്ചിട്ടുള്ളത്. ഡോക്യുമെന്ററിയുടെ പ്രദർശനവും നടന്നു. നിലമ്പൂർ പാട്ട് എന്നറിയപ്പെടുന്ന പാട്ടടിയന്തരത്തിന്റെ ഉൽപ്പത്തിയും ഐതിഹ്യവും സവിശേഷതകളും ആചാരാനുഷ്ഠാനങ്ങളും തേടിയുള്ള ഒരു യാത്രയാണ് ഈ ഡോക്യുമെന്ററി. സനു സത്യനാണ് സംവിധായകൻ. നിലമ്പൂർ കോവിലകത്തെ ഉമാദേവി തമ്പാട്ടിയും വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രം തന്ത്രി കിഴക്കുംപാട്ടില്ലത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്നിവർ ചേർന്നാണ് ഇതിന്റെ സമർപ്പണം നിർവഹിച്ചത്. കോവിലകം ട്രസ്റ്റ് ഭാരവാഹികളായ രാജേന്ദ്രവർമ്മ, CKR വർമ്മ, കോവിലകം കുടുംബാംഗവും ഗായകനും നടനുമായ കൃഷ്ണചന്ദ്രൻ ഉൾപ്പെടെയുള്ള കോവിലകം അംഗങ്ങളും പങ്കെടുത്തു. വേട്ടയ്ക്കരൻ്റെ അമ്പലത്തിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്കൊക്കെ എൻ്റെ കുട്ടിക്കാലാണ് ഓർമ്മ വരുന്നത്. കാരണം ഇതിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കൽ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു 70കൾ 1969 മുതൽ 75 വരെയാണ് ഞാൻ നിലമ്പൂരുണ്ടായിരുന്നത്. മാനവേദൻ സ്കൂളിൽ പഠിക്കലും എല്ലാം കൂടി. അപ്പോൾ ഈ അമ്പലത്തിന്റെ മുമ്പിൽ വെച്ച് നടക്കുന്ന ഒരു ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യം. വിവേകിന്റെ ഒരു ക്ഷണപ്രകാരമാണ് ഞാൻ വന്നത്. സനു സത്യനാണ് ഇത് സംവിധാനം ചെയ്തിട്ടുള്ളത്. പാട്ടടിയന്തരത്തിനെ പറ്റിയിട്ടുള്ള ചിരന്തന സ്മൃതി അല്ലേ, ചിരന്തന സ്മൃതി എന്നുള്ള ഈ പാട്ടടിയന്തരത്തിന്റെ ആചാരങ്ങളും ഐതിഹ്യവും അനുഷ്ഠാനങ്ങളും എല്ലാം ചേർന്നിട്ടുള്ളതാണ് അല്ലേ, അങ്ങനെയാണ്. അപ്പൊ അതെ, ഉൽപ്പത്തിയും എല്ലാം. അപ്പൊ അതിനുള്ള ആ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള ഒരു സന്തോഷം ആണ് എനിക്ക് പറയാനുള്ളത്. ഇതെല്ലാവരും കണ്ട് വളരെയധികം പ്രശസ്തി നേടട്ടെ ഈ ഒരു ഡോക്യുമെന്ററി എന്നുള്ളതാണ് എൻ്റെ ഒരു ആശംസ. നിലമ്പൂർ ഉത്സവം ഇന്ന് നാടിൻ്റെ ഉത്സവമായി മാറിയിരിക്കുന്നുവെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. ചാവറ കൾച്ചറൽ സെന്ററിൽ നിലമ്പൂർ പാട്ടടിയന്തരം ചിരന്തന സ്മൃതി ഡോക്യുമെന്ററി റിലീസ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൂമാല തുളസി പൊന്മണിമാല തൊഴുന്നേൻ
ഭൂതിയിൽ ഉണർച്ചയാൽ വെടിക്കെട്ടു തൊഴുന്നേ. എല്ലാ മൂല്യങ്ങളും നിലനിൽക്കുന്ന ആരാധനാ കേന്ദ്രങ്ങൾ പോസിറ്റീവ് എനർജി നൽകുന്നുവെന്നും നിലമ്പൂർ പാട്ടടിയന്തരം ഡോക്യുമെന്ററി കൂടുതൽ ജനങ്ങളിലേക്ക് എത്തട്ടെ എന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. എനിക്കും പാട്ടോത്സവത്തിനെ പറ്റി കൂടുതൽ അറിയില്ല. ഞാൻ ഇത്രയും കാലം കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞെങ്കിലും ഞാൻ നിലമ്പൂരിൽ പോകുന്നത് പാട്ടിന് പോകുന്ന 1-2 പ്രാവശ്യം മാത്രമായിരുന്നു. അപ്പോൾ ഉള്ള സമയത്ത് കാണുന്ന ആ പാട്ടോത്സവത്തിന്റെ കമ്പോണൻസ് അല്ലാതെ ഞാൻ അധികം മുഴുവനായിട്ട് കണ്ടിട്ടില്ല. സോ അതുകൊണ്ടാണ് സാനു എന്നെ വിളിച്ച സമയത്ത് ഇമ്മീഡിയറ്റ്ലി ഞാൻ യെസ് പറഞ്ഞത്. ചാവറ കൾച്ചർ സെന്റർ ഡയറക്ടർ ഫാദർ അനിൽ ഫിലിപ്പ് CMA അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ കോവിലകം കുടുംബാംഗമായ അഡ്വക്കേറ്റ് സുകന്യ വർമ്മ, ഡോക്യുമെന്ററി സംവിധായകൻ സനു സത്യൻ, TP വിവേക് എന്നിവർ പ്രസംഗിച്ചു. സനു സത്യൻ, TP വിവേക്, അനീഷ് സ്വാതി, സനു സ്വരലയ, സൗരഭ് സത്യൻ എന്നിവരെ ആദരിച്ചു.